ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? ഇന്നൊരു അടിപൊളി ഒരു തനി നാടൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. കൽമാസാണ്, എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. പക്ഷേ ഈ ഒരു കൽമാസ് ഉണ്ടല്ലോ, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൽമാസ് നിങ്ങളെ ലൈഫിൽ തന്നെ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ അത്രയും ഉറപ്പ് തരാം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമക്കായ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത രീതിയിലുള്ള മാവുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ കമൻസ് കൂടി ഒന്ന് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫില്ലിംഗ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഫില്ലിംഗ് ആയതുകൊണ്ട് കുറഞ്ഞ എണ്ണയിൽ ഉണ്ടാക്കിയെടുക്കണേ. എന്നിട്ട് അതിലേക്ക് ഒരു 2 വലിയ സൈസുള്ള ഉള്ളി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കണം. അതാണ് ഏറ്റവും നല്ലത്, നീളത്തിൽ അരിയണ്ട. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു എണ്ണയിൽ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വരണം. അപ്പോൾ ആ വാടുന്ന അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് വേണ്ടിയത് കുറച്ച് തേങ്ങയും വേണം കേട്ടോ. 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചമ്മന്തി കറക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കുക. വെള്ളം ചേർക്കാണ്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ആ ഒരു ഉള്ളി ഞാൻ അരച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള വെള്ളം ചേർക്കാണ്ട് തെരുതെരുപ്പായിട്ട് അരച്ചെടുത്തിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത്. ഇനിയിപ്പോൾ വേണ്ടിയ 1 പച്ചമുളകും 1 കൈപ്പിടി മുഴുവനായിട്ട് കറിവേപ്പിലയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടത്. കരിവേപ്പിലാണ് കൂടുതൽ, ഒറ്റ പച്ചമുളകേ ഉള്ളൂ. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളകൊക്കെ എടുക്കാം. ഇനിയിപ്പോൾ വേണ്ടിയ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല, ചെറിയ ടീസ്പൂൺ. ഇനി അതെല്ലാം കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നിച്ചാണ് ഇതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കരിവേപ്പിലാണ് കൂടുതൽ വേണ്ടിയത്. പിന്നെ തേങ്ങയും ഉള്ളിയും ഒക്കെ ഒന്നിച്ച് തന്നെ നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ചെറിയ സിമ്മിൽ ഇട്ടിട്ടേ ചെയ്യാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. എല്ലാം ഒരേ രീതിയിൽ ഉള്ളിയും തേങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയ മുളക് പൊടിയാണ്. ഞാനിവിടെ ചെറിയ എരിവിലേ ഉണ്ടാക്കുന്നുള്ളൂ. 1/2 ടീസ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ. നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, 1 ടീസ്പൂൺ, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടിയ മെയിൻ ഐറ്റംസ് നമ്മളെ കല്ലുമ്മക്കായൻ്റെ ഇറച്ചി കേട്ടോ. നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള 1/2 കിലോ ആണ്. ഇറച്ചിൻ്റെ തൂക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. 1/2 കിലോ കല്ലുമ്മക്കായ് വാങ്ങിക്കഴിഞ്ഞാൽ 1/2 കിലോ ഇറച്ചി കിട്ടൂല. ഇത് 1/2 കിലോ ഇറച്ചിൻ്റെ തൂക്കാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണെന്നുള്ള ആ ഒരു കല്ലുമ്മക്കായാണ് കേട്ടത്. എന്നിട്ട് ഇതിനെ കൂടെ കിടത്തിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കല്ലുമ്മക്കായ് നിങ്ങൾക്ക് പൊരിച്ചിട്ടുണ്ടാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇത് വേറൊരു ടേസ്റ്റാണ്. പച്ചക്കല്ലുമ്മക്കായ് ഇട്ടിട്ട് ഇതിൽ നിന്ന് അതിൻ്റെ ഒരു സ്റ്റോക്ക് ഇറങ്ങി വരും. ആ ഒരു കല്ലുമ്മക്കായ് വേവുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് ആ ഒരു തേങ്ങയിലേക്കും ഉള്ളിയിലേക്കും ഒക്കെ ഇറങ്ങി വരും കേട്ടോ. ഇതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മസാല. അപ്പോൾ ആ ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ 1/2 ടീസ്പൂൺ കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ സിമ്മിലിട്ടിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 5 മിനിറ്റിൻ്റെ ഇടയിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഞാൻ ഇളക്കി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇത് കേട്ടോ. 5 മിനിറ്റോളം ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കല്ലുമ്മക്കായും നല്ല കറക്റ്റ് പാകത്തിൽ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ കല്ലുമ്മക്കായ് വേവുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ആ ഒരു സ്റ്റോക്കും എല്ലാം കൂടെ ഈ ഒരു ഉള്ളിലും മിക്സ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ കല്ലുമ്മക്കായൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഫില്ലിങ് അധികം നമ്മൾ കല്ലുമ്മക്കായ് പൊരിച്ചിട്ടാണ് ഉണ്ടാക്കല്. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിന്. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ റെഡി അല്ലേ എന്നുള്ളത്. അപ്പോൾ അത് ഉപ്പൊക്കെ റെഡിയാണ്, കറക്റ്റ് പാകത്തിലാണ്. ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അരക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ പുഴുങ്ങലരി ചൂടുവെള്ളത്തിൽ പൊതിർത്തി വെച്ചതാണ്. വെള്ളം തിളക്കാനായി എന്ന് തോന്നിയാലും അപ്പോൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഏത് അരി ഉപയോഗിച്ചാലും പ്രശ്നമില്ല. പുഴുങ്ങലരി ആവണം കേട്ടോ, ചോറ്റരി എന്ന് പറയുന്ന അരി ആവണം. അത് ഒന്ന് പൊതിർത്തിയെടുത്തതിന് ശേഷം ഒരു 4-5 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് പൊതിർത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകിയതാണ്. ഇത് വെന്ത് പോവരുതേ അരി. ഇനി ഇതാ ആ ഒരു പൊതിർത്തി വെച്ച അരി നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്ത അരിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇത് ആവശ്യത്തിന് 3 ബാച്ചായിട്ടാണ് ഞാൻ അരക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ, മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ അരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ച് ഇതാ അരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ബാച്ചിൽ നമുക്ക് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ അത് മൂന്നാമത്തെ ബാച്ച് അരി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ചേർക്കേണ്ടത് ഒരു അരമുറി തേങ്ങ വേണം കേട്ടോ. അപ്പോൾ ആ തേങ്ങ ഞാനിങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ അരിഞ്ഞു കൊണ്ടുവന്നുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടിയ 1 ടീസ്പൂൺ നിറച്ച് ചെറിയ ജീരകമാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയ 1 കൈപ്പിടി ഞാൻ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ടോ, അതാണ് ഏറ്റവും ടേസ്റ്റ്. എൻ്റെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഇട്ടത്. ഇനിയിപ്പോൾ അതാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതും ഒന്ന് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ അതാ അതും ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പോൾ അത് ഒഴിക്കുന്ന സമയത്താണ് കണ്ട അതിൻ്റെ തേങ്ങൻ്റെ കഷ്ണങ്ങൾ അരയാത്തത് കണ്ടിട്ട്. എൻ്റെ മിക്സി ഒന്ന് പഴയതായിട്ടുണ്ട്, മാറ്റാനായി കേട്ടോ. ഒരുപാട് പ്രാവശ്യം നന്നാക്കി മൂർച്ചാക്കി കൊണ്ടുവന്നതായിരുന്നു, പക്ഷെ ഇപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പം മാറ്റണം. അപ്പോൾ അരയാത്ത തേങ്ങൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ അരക്കാനുണ്ട്. ആ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളെ മെയിൻ സാധനം കല്ലുമ്മക്കായാണ് കേട്ടോ. അത് അരക്കപ്പോളം വേണം കേട്ടോ. ഞാനിപ്പോൾ ഒരു കൈപ്പിടി നിറച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ ആ ഒരു മീറ്റിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. അരക്കപ്പോളം നല്ല കല്ലുമ്മക്കായി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിന് അരച്ച് കൊണ്ടുവരണം കേട്ടോ ഈ ഒരു കല്ലുമ്മക്കായി. ആ കല്ലുമ്മക്കായിൻ്റെ ഓര് ചേർക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ഫ്രഷ് ഇങ്ങനെ അരച്ചെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അരച്ചപ്പോൾ ഇനി ഒരു ചെറിയ പീസും കൂടെ തേങ്ങ അരയാത്തത് കേട്ടോ. ഇനി ഞാൻ അരക്കുന്നില്ല, അത് മാറ്റുകയാണ്. ബാക്കിയൊക്കെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടെ ഈ ഒരു അരിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു ജീരകവും തേങ്ങയും നമ്മളെ കല്ലുമ്മക്കായി അരച്ചതും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ടൈറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയത് നമ്മളെ ഒറോട്ടിപ്പൊടിയാണ്. അപ്പോൾ കഴിഞ്ഞ ടയർ പത്തിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ ഒരു ഒറോട്ടിപ്പൊടി എന്ന് പറയുന്നത് പുഴുങ്ങലരി മാത്രം വെച്ച് ചെയ്യുന്നതാണെന്നുള്ള. അപ്പോൾ ഇതിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു കണ്ണൂരുകാർ കുറച്ച് പച്ചരി കൂട്ടും എന്നുള്ള. അപ്പം കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് പച്ചരി കൂട്ടും, കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ പച്ചരി കൂട്ടാറില്ല എന്ന്. ഏതെന്നാലും കുഴപ്പമില്ല കേട്ടോ, പച്ചരി കൂട്ടാത്ത പൊടി ആയിരിക്കണം, അതാണ് നല്ലതെന്നാണ് ഞാൻ പറഞ്ഞത്. പച്ചരി കൂട്ടുന്ന സമയത്ത് ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ടെക്സ്ചറും ടേസ്റ്റും വ്യത്യാസം വരും. അപ്പോൾ പുഴുങ്ങലരി മാത്രമുള്ള പൊടിയാണെങ്കിലാണ് ആ ഒരു ടേസ്റ്റും കൂടുക, അതേപോലെ തന്നെ അതിനൊരു ടെക്സ്ചറും നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടുക. അപ്പോൾ ആ ഒരു പൊടിയാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി കാണിക്കുമെന്നൊക്കെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പണ്ട് ഇതിൻ്റെ വീഡിയോ ഇട്ടതാണ് കേട്ടോ. ഈ ഒരു പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ചാനലിലുണ്ട്. ഇനിയിപ്പോൾ ഇൻഷാല്ലാ നാട്ടിൽ പോയ സമയത്ത് ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ എടുത്തുതരാം. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പരത്താൻ പറ്റുന്ന രീതിയിലാക്കി. ഇനിയിപ്പോൾ നമ്മളെ ഫില്ലിംഗ് കൂടെ ചൂടാറിയിട്ടുണ്ട്, ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ചതാണ്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഇനിയിപ്പോൾ ഇതാ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്താണ്. എന്നിട്ട് ഇത് ആവശ്യത്തിനുള്ള ഉരുള ഓരോ പിടിയാക്കിയിട്ട് എടുക്കുക. ഇത് നമ്മൾ കൽമാസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഉന്നക്കായിൻ്റെ ഷേപ്പിൽ ഉരുട്ടുന്നതിനാണ് നമ്മൾ കൽമാസ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു കൽമാസ് ഈ ഉന്നക്കായിൻ്റെ ഷേപ്പിലല്ല നിങ്ങൾ ബോൾ പോലെ ഉരുട്ടിയെടുത്താൽ ഉണ്ടാന്ന് പറയും. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. കൽമാസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊരു മസാല തേച്ചിട്ട് ഒന്ന് പൊരിച്ചും കൂടി എടുക്കും. ഉണ്ടാന്ന് പറയുന്നവരെ നമ്മൾ അത് പൊരിച്ചെടുക്കൂല. ഉണ്ടാന്ന് പറയുന്നത് ആ ഒരു പുഴുങ്ങിയിട്ട് അതേപോലെ തന്നെ കഴിക്കുന്നതിനാണ് ഉണ്ടാന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ ഭയങ്കര നൈസായിട്ട് പരത്തരുത് കേട്ടോ, കുറച്ചൊരു തടി വേണം. എന്നിട്ട് ഇതാ അത്യാവശ്യത്തിന് നല്ലോണം തന്നെ ഫില്ലിങ് ഞാൻ അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. ചിലർ കുറച്ചേ വെക്കുമെന്ന് പറയുന്നേക്കാം, പക്ഷെ ഞാൻ നല്ലോണം ഫില്ലിങ് വെക്കലുണ്ട്. എന്നിട്ട് ഇതാ ഇതിനെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഇതേപോലെ ഉന്നക്കായൻ്റെ ഷേപ്പിലേക്ക് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്തെടുക്കുക. പിന്നെ ഈ മാവ് നമ്മൾ കുഴക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റ് ആക്കിയിട്ട് ഒരുപാട് പൊടി ചേർത്തിട്ട് ടൈറ്റാക്കി കുഴച്ചെടുക്കരുത്. അങ്ങനെ കുഴച്ചെടുത്താൽ നമ്മൾ ഉരുട്ടുന്ന സമയത്ത് ഇതിന് ക്രാക്ക് വരും. അപ്പോൾ ക്രാക്കൊന്നും ഇല്ലാണ്ട് നല്ല ഫിനിഷിങ്ങിൽ നല്ല സ്മൂത്തായിട്ട് ഇതിനെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ കുറച്ചൊരു ലൂസായിട്ടാണ് വേണ്ടത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഒരുപാട് അങ്ങ് ടൈറ്റാക്കി നമ്മളപ്പോൾ പൊടി കുഴച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ക്രാക്കൊക്കെ ഉണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിങ്ങനെ നല്ല സ്മൂത്തായിട്ട് വരും. ഇതിപ്പോൾ കണ്ടില്ല, ഉന്നക്കായൻ്റെ ഷേപ്പിൽ ഞാൻ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ബാക്കിയുള്ള കംപ്ലീറ്റ് നമ്മളൊന്ന് ഇതേപോലെ ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ സ്റ്റീമറിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൻ്റെ തട്ടിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുത്തണേ. വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഇതാ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഓരോ കൽമാസും ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് ആവിയിൽ വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ എല്ലാം ഇതിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഇതിൽ ഒറ്റ തട്ടേ ഉള്ളൂ. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ടാണ് ഞാനത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ഒരു പ്രാവശ്യം ഫുള്ള് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ഇതിനൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് 20 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് ഇട്ടതാണ്. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളത് എടുക്കാവൂ കേട്ടോ. ചൂടോടുകൂടി നമ്മൾ തൊട്ട് വെക്കാൻ പോകരുത്, അന്നേരം ഇതിനൊരു ഒട്ടുന്ന പോലെ ഉണ്ടാവും, പൊട്ടിപ്പോവും. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അത് നന്നായിട്ട് ചൂടൊക്കെ അറിയതിന് ശേഷമാണ് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നത്. ഇതേപോലെയാണ് ഉണ്ടാവുക. ഓവർ കുക്ക് ചെയ്യരുത് കേട്ടോ. ഓവർ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. ഇനിയിപ്പോൾ വേണ്ടത് ഇതിനൊരു മസാല വേണം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂട്ടും, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് മസാല ആക്കിയിട്ട് ഇതിനെ വെള്ളം ചേർത്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല, എന്നാൽ വല്ലാണ്ട് അങ്ങ് ലൂസായി പോകാനും പാടില്ല കേട്ടോ. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു മസാല കലക്കിയെടുക്കേണ്ടത്. കുറഞ്ഞ കട്ടി മതി, ഒരുപാട് അങ്ങ് കട്ടിയും വേണ്ട, എന്നാൽ ലൂസായി പോകാനും പാടില്ല. ആ ഒരു കൽമാസിൻ്റെ മേലെ പിടിക്കാൻ നിൽക്കണം കേട്ടോ. ആ ഒരു രീതിയിലാണ് നമ്മളത് കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ. ഇനിയിപ്പോൾ അത് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എടുത്തത്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാണ് ചെയ്യുക, ഒരുപാട് എണ്ണ വേണ്ട. എന്നിട്ട് ഇതാ ഓരോ കൽമാസും നമ്മൾ ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. പിന്നെ ഒരുപാട് മസാല അതിൻ്റെ മേലെ വേണ്ട കേട്ടോ. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മതി. മസാല ഒരുപാട് അതിൻ്റെ മേലെ വേണ്ട, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ചെറുതായിട്ടൊരു കോട്ടിങ് മതി. ഇതിപ്പോൾ കണ്ടില്ല. ഇനി ഇതാ ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
തീയൊന്നും കുറച്ച് വെക്കേണ്ടില്ല കേട്ടോ, ഒരു മീഡിയം തീനെക്കാട്ടിലും കുറച്ചും കൂടെ തീ കൂട്ടി വെക്കാം. എന്നിട്ട് കാരണം ഇത് വേവിച്ച സാധനമാണ്, പുറമെയുള്ള ഈ ഒരു മസാല മാത്രമേ നമുക്ക് വെന്ത് കിട്ടേണ്ടിയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാവാൻ തുടങ്ങിയാൽ അപ്പം തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് മൊരിച്ചെടുക്കരുത് കേട്ടോ, പുറം ഭാഗം ഒരുപാട് അങ്ങ് മൊരിഞ്ഞു പോയാൽ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടൂല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം ഒന്ന് വെന്ത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് 2-3 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അത്രേ വേവേണ്ടിയുള്ളൂ കേട്ടോ, ഒരുപാട് വേവണ്ട. അപ്പോൾ അതാ 2 ഭാഗവും നന്നായിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എല്ലാം വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടിപൊളി കൽമാസ് ഇവിടെ റെഡി ആയിന് കേട്ടോ. അപ്പോൾ അതാ ഫുള്ള് ഞാൻ പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊരു പ്ലേറ്റിൽ സെർവ് ചെയ്ത് വെച്ചതാണ്. കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ്, നിങ്ങൾ എന്താ പറയുക, അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. ഒരു തനി നാടൻ റെസിപ്പിയാണ്. അതേപോലെ തന്നെ കൽമാസ് പല ഇറച്ചി വെച്ചിട്ടും ഉണ്ടാക്കും. പക്ഷേ ഈ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സാധനം തന്നെയാണ് കല്ലുമ്മക്കായ് വെച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ മുറിച്ചപ്പങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുക. പിന്നെ ഈ അരിപ്പൊടി വെച്ച് മാത്രം ഉണ്ടാക്കുന്നതൊന്നും ഇത്ര സോഫ്റ്റിൽ കിട്ടൂല കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ അരി അരച്ചിട്ട് തന്നെ ഉണ്ടാക്കുക, എന്നാലാണ് ഈ ഒരു സോഫ്റ്റ്നെസ്സിലും ഈ ഒരു ടേസ്റ്റിലും നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.